പല രാജ്യങ്ങളും നോക്കി നടന്നില്ല. പലകുറി പല നയതന്ത്രജ്ഞരും മെനക്കെട്ടു, നടന്നില്ല. വർഷങ്ങളായി പശ്ചിമേഷ്യയിൽ വാസയോഗ്യമല്ലാതായി മാറിയ ഗാസയെ രക്ഷിക്കാൻ ലോക പോലീസ് എന്ന് അഹങ്കരിക്കുന്ന അമേരിക്ക പോലും വന്നില്ലെന്ന് മാത്രമല്ല, ഇസ്രയേലിന് ഗാസയ്ക്ക് മേൽ പ്രയോഗിക്കാൻ വേണ്ടിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു അമേരിക്ക. ഒടുവിൽ ഒരാളെത്തി. അമേരിക്കയും ഈജിപ്തും ഒക്കെ തോറ്റെടുത്ത് കേരളത്തിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഒരു രാജ്യം ജയിച്ചിരിക്കുകയാണ്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ഖത്തറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. എന്ത് ലാഭമാണ് ഈ വിഷയത്തിൽ ഖത്തറിനുള്ളത്? നമുക്ക് പരിശോധിക്കാം. എന്തുകൊണ്ട് ഖത്തർ മധ്യസ്ഥനായി എന്ന കാര്യം. ലോകം ഏറെ കാലമായി സ്വപ്നം കാണുന്നതാണ് ഗാസയിലെ സമ്പൂർണ്ണ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരണമെന്നും ഗാസയിലെ മനുഷ്യർക്ക് മനസ്സമാധാനത്തോടെ കഴിയാൻ അവസരം ഒരുങ്ങണമെന്നും. എന്നാൽ പ്രശ്നങ്ങളെ വളർത്തിയെടുക്കുകയല്ലാതെ ആരും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതേയില്ല. അമേരിക്ക ഇടയ്ക്കിടെ ആന്റണി ബ്ലിങ്കനെ പറഞ്ഞയച്ച് യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടും. മറുവശത്ത് അവിടെ തരിപ്പണമാക്കാൻ പറ്റുന്ന ആയുധങ്ങൾ സമ്മാനിച്ച് ഇസ്രയേലിനെ ശക്തമാക്കുകയും ചെയ്യും. വർഷങ്ങളായി ഈ സാഹചര്യം തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സമാധാന ചർച്ചകൾ പേരിന് മാത്രം നടന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വരികയാണ്. അമേരിക്കയിൽ ഭരണം മാറി ട്രംപ് അധികാരത്തിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 4 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് ജോ ബൈഡൻ പടിയിറങ്ങേണ്ട ഘട്ടത്തിലാണ് കാര്യങ്ങൾ. ട്രംപ് എന്തായാലും ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുമെന്ന് ബൈഡന് വ്യക്തമായിട്ടറിയാം. ഇതോടെയാണ് അവസാന നാളുകളിൽ ഒരു സന്ധി സംഭാഷണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് മുതിർന്നത്. ആ നേട്ടം തന്റെ പോക്കറ്റിൽ കിടക്കട്ടെ എന്ന് ബൈഡൻ കരുതി കാണും, അല്ലേ? ഇത്രനാളും നെതന്യാഹുവുമായി നടത്തിയ ചർച്ചകൾ മുഴുവൻ എങ്ങനെ സംഹാര താണ്ഡവം ആടാമെന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന്റെ ടോൺ അല്പം മാറിയിട്ടുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച്, അങ്ങനെ പറയേണ്ട, ലോകത്തെ സംബന്ധിച്ച് തന്നെ ഇത് വളരെയേറെ സന്തോഷകരമായ വാർത്തയാണ്. വെടിനിർത്തൽ കരാർ ഇസ്രയേലിനും ഹമാസിനും ഖത്തർ കൈമാറിയെന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ലോകം കാണുന്നത്. ഘട്ടം ഘട്ടമായുള്ള സേനകളുടെ പിൻവാങ്ങൽ, ബന്ദികളുടെ കൈമാറ്റം, മാനുഷിക സഹായത്തിനുള്ള കൂടുതൽ ഇടങ്ങൾ തുറക്കൽ എന്നിവയാണ് കരാറിലെ ധാരണയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംഘർഷ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് നിലവിലെ ചർച്ചകൾ. അതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ പ്രസക്തിയും ഏറുകയാണ്. എന്തുകൊണ്ട് ഖത്തർ എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വന്നേക്കാം. അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇനി നോക്കുന്നത്. ദീർഘകാലമായി സംഘർഷഭരിതമായ ഒരു പ്രദേശമാണല്ലോ ഗാസ. സമാധാന ശ്രമങ്ങൾ ആഗോള സമൂഹം പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു പ്രദേശം. ബോംബുകളും വെടിയൊച്ചകളും നിരന്തരമായ ആക്രമണങ്ങളും ഒക്കെ തന്നെ ഗാസയെ വാസയോഗ്യമല്ലാതാക്കി തീർത്തിരിക്കുകയാണ്. ഇത് ഗുരുതരമായ മാനുഷിക പ്രത്യാഘാതങ്ങളിലേക്കാണ് നയിച്ചത്. അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ വെടിനിർത്തൽ കരാറുകൾ പലപ്പോഴും സമാധാനത്തിലേക്കുള്ള നിർണായക പാതയായിട്ട് മാറാറുണ്ട്. വർഷങ്ങളായി തുടരുന്ന ഹമാസ് ഇസ്രയേൽ പ്രശ്നത്തിലേക്കാണ് മധ്യസ്ഥന്റെ വേഷമണിഞ്ഞ് ഖത്തർ കടന്നുവരുന്നത്. വെടിനിർത്തൽ കരാറുകൾ സുഗമമാക്കുന്നതിൽ മൂന്നാം കക്ഷി മധ്യസ്ഥൻ എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധേയനും അതുപോലെ തന്നെ ആദരണീയനുമാവുകയാണ്. ഹമാസും ഇസ്രയേലും ഇന്ന് തുടരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പാതയാണ് ഇതിലൂടെ ഖത്തർ വെട്ടിത്തെളിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകളിൽ മിഡിൽ ഈസ്റ്റിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ ഖത്തറിന്റെ സ്വാധീനം ശ്രദ്ധേയമായത് തന്നെയാണ്. ഗാസ വെടിനിർത്തലിൽ ഖത്തറിന്റെ നയതന്ത്ര പങ്ക് എന്താണ് എന്ന് പരിശോധിക്കാം. ഗാസ ഭരിക്കുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള വിവിധ ഫലസ്തീൻ വിഭാഗങ്ങളുമായി ശക്തമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് ഒരു പ്രധാന പ്രാദേശിക ശക്തി എന്ന നിലയിലുള്ള അതിന്റെ അതുല്യമായ സ്ഥാനമാണ് ഗാസ സംഘർഷത്തിൽ ഖത്തറിന്റെ സ്വാധീനം രൂപപ്പെടുത്തുന്നത്. 2008 കാലഘട്ടം മുതൽ തന്നെ ഖത്തർ ഫലസ്തീൻ ആവശ്യത്തിന് രാഷ്ട്രീയവും സാമ്പത്തികവുമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രദേശത്തിന്റെ ഭൗമരാഷ്ട്രീയത്തിൽ ഒരു പ്രധാന കളിക്കാരനായി ഖത്തർ മാറിയിട്ടുമുണ്ട്. ഇറാനുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഖത്തർ GCC രാജ്യങ്ങൾക്ക് പോലും സ്വീകാര്യനല്ലാത്ത കാലത്തുനിന്ന് എത്രയോ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് വളർച്ച ഖത്തർ ഇതിനോടകം തന്നെ കൈവരിച്ചിട്ടുണ്ട്. ഇന്ന് പാശ്ചാത്യ ശക്തികൾക്കും അതുപോലെ തന്നെ ഇസ്ലാമിക ഗ്രൂപ്പുകൾക്കും ഒക്കെ തന്നെ പ്രിയങ്കരനാണ് ഖത്തർ. ഇത്തരം ഘടകങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ മധ്യസ്ഥ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതും. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിൽ ഇസ്രയേൽ, ഹമാസും മറ്റ് പങ്കാളികളും തമ്മിലുള്ള സംഭാഷണം സുഗമമാക്കുന്നതിലൂടെ ഖത്തർ ഒരു ഇടനിലക്കാരനായിട്ടാണ് പങ്കുവയ്ക്കുന്നത്. ആക്രമണങ്ങൾക്ക് താൽക്കാലിക വിരാമമിടാൻ ഹമാസുമായുള്ള ബന്ധം ഉപയോഗിച്ച് രാജ്യം പലപ്പോഴായി ബാക്ക് ചാനൽ ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാൻ വേണ്ടി ഈജിപ്ത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, UN എന്നിവയുമായി നേരിട്ട് ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. അതായത് ഈ ഖത്തർ ഇതിനൊക്കെ മുൻകൈ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വെടിനിർത്തൽ വ്യവസ്ഥകളിൽ വിശാലമായൊരു സമവായം സൃഷ്ടിക്കുന്നതിന് പ്രാദേശിക സഖ്യങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിൽ ഏറെക്കുറെ വിജയിക്കാൻ ഖത്തറിന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങൾക്ക് ഖത്തർ നൽകിയ സംഭാവനകൾ പറഞ്ഞറിയിക്കാനാകാത്തതാണ്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതോടെ തകർന്ന ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകാൻ പോലും തയ്യാറായിട്ടാണ് ഖത്തർ ഇപ്പം നിൽക്കുന്നത്. സംഘർഷത്തിൽ തകർന്ന വീടുകൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, ആശുപത്രികൾ, മറ്റ് ആവശ്യ സേവനങ്ങൾ എന്നിവ പുനർനിർമ്മിക്കുന്നതിന് ഖത്തർ ദശലക്ഷക്കണക്കിന് ഡോളർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്
ചെയ്തിട്ടുണ്ട്. മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനും മെഡിക്കൽ സപ്ലൈസ്, ഭക്ഷ്യസഹായം, ഗാസയിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ സംഘടനകൾക്ക് ധനസഹായം എന്നിവ നൽകുന്നതിനും ഖത്തർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തും. ഈ സാമ്പത്തിക ഇടപെടൽ നയതന്ത്രപരവും അതുപോലെ തന്നെ ഫലസ്തീൻ ജനതയോടുള്ള ധാർമ്മിക പ്രതിബദ്ധതയും കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. ഖത്തറിന്റെ മാനുഷിക സഹായവും അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും ഒക്കെ തന്നെ സംഘർഷഭരിതമായി ഈ പ്രദേശത്തെ വീണ്ടെടുക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഗാസയെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഇതിനെ എല്ലാവരും കാണുന്നത്. അതേസമയം പ്രദേശം വീണ്ടും ആക്രമണത്തിലേക്ക് വീഴുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. അതും ഖത്തറിന്റെ ഒരു ചുമതലയായിട്ട് വരികയാണ്. ഈ പ്രവർത്തനങ്ങളിലൂടെ ഒരു സമാധാന ദല്ലാൾ എന്ന നിലയിൽ ഖത്തറിന്റെ സ്വാധീനം രാഷ്ട്രീയപരമായി മാത്രമല്ല മേഖലയ്ക്കുള്ള ഭൗതിക പിന്തുണയുടെ കാര്യത്തിലും കൂടുതൽ മൂർച്ചയുള്ളതാണ്. അതായത് ഇവരുടെ നിലപാട് കൂടുതൽ മൂർച്ചയുള്ളതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങളിൽ ഖത്തറിന്റെ പങ്ക് അതിന്റെ പ്രാദേശികവും അതുപോലെ തന്നെ അന്തർദേശീയവുമായ അഭിലാഷങ്ങളുടെ വിശാലമായ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറുതും എന്നാൽ സമ്പന്നവുമായ ഒരു ഗൾഫ് രാഷ്ട്രം എന്ന നിലയിൽ ഖത്തർ മധ്യസ്ഥത, നയതന്ത്രം, വിപുലമായ രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധം നിലനിർത്തൽ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിദേശ നയം വളർത്തിയെടുത്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഒരു നിഷ്പക്ഷ മൂന്നാം കക്ഷി എന്ന നിലയിൽ ഒരിടമുണ്ടാക്കാൻ ഖത്തറിന് സാധിച്ചിട്ടുണ്ട്. അതിൽ ഖത്തർ വലിയ വിജയമാണ് കൈവരിച്ചിട്ടുള്ളത്. മേഖലയിലെ സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഗാസയുടെ വെടിനിർത്തൽ ചർച്ചകളിൽ ഖത്തറിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് തുർക്കിയുമായും ഇറാനുമായുള്ള ഖത്തറിന്റെ തന്ത്രപരമായ ബന്ധം തന്നെ. അവർ രണ്ടുപേരും ചരിത്രപരമായി ഫലസ്തീൻ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നവരാണ്. അതായത് തുർക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാറ്റോ സഖ്യത്തിലെ അംഗമാണ്. എന്നാൽ പോലും ഫലസ്തീൻ വിഷയത്തിൽ അമേരിക്കയെ തള്ളിക്കളഞ്ഞ ഒരാൾ കൂടിയാണ് തുർക്കി. ഈ തുർക്കിയുമായിട്ട് ഖത്തർ നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇറാനുമായിട്ടും മികച്ച ബന്ധമുണ്ട്. അതേസമയം തന്നെ ഖത്തർ പാശ്ചാത്യ രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് അമേരിക്കയുമായി ശക്തമായി ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇറാനുമായി കടുത്ത വിരോധം പുലർത്തുന്ന അമേരിക്കയുമായി ഇറാന്റെ ഉറ്റ ചങ്ങാതി എങ്ങനെ മികച്ച ബന്ധം കാത്തു സൂക്ഷിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയായിട്ട് നമുക്ക് ഖത്തർ അമേരിക്ക എന്ന ബന്ധത്തെ നോക്കി കാണാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊരു കാര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഹമാസുമായുള്ള ഖത്തറിന്റെ അടുത്ത ബന്ധമാണത്. അതിനെക്കുറിച്ച് പറയാതെ ഈ ഒരു കാര്യം ഒരു പൂർണ്ണത ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും അതൊരു വലിയ തർക്ക വിഷയം തന്നെയാണ്. ഇസ്രയേലും US-ഉം മറ്റ് പാശ്ചാത്യ ശക്തികളും ഈ ഗ്രൂപ്പിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് നോക്കിക്കാണുന്നത് എന്നറിയാമല്ലോ. ഖത്തർ രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ഹമാസിനുള്ള പിന്തുണ തുടരുന്ന രാജ്യം കൂടിയാണ്. അതാണ് പ്രശ്നം. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിഷ്പക്ഷ മധ്യസ്ഥനായി പ്രവർത്തിക്കാനുള്ള ഖത്തറിന്റെ കഴിവിനെ സങ്കീർണമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ വലിയ സംശയാത്മകമായിട്ട് നോക്കിക്കാണാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം ഖത്തറിന്റെ പങ്കിനെ കുറിച്ച് ജാഗരൂകരായിരിക്കെ ഇസ്രയേലുമായുള്ള സമാധാന ചർച്ചകൾ സുഗമമാക്കുന്നതിൽ ഖത്തറിന്റെ ഹമാസുമായുള്ള ബന്ധം അതിന്റെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തുമെന്നും വിമർശകർ പറയുന്നുണ്ട്. കാര്യം മനസ്സിലായി കാണല്ലോ. കാരണം ഹമാസുമായിട്ട് മികച്ച ബന്ധം പുലർത്തുന്ന ഖത്തർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് വിമർശനാത്മകമായിട്ടാണ് സമീപിക്കേണ്ടത് എന്നാണ് പലരും പറയുന്നത്. നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലും മധ്യസ്ഥൻ എന്ന നിലയിൽ ഖത്തർ കാര്യമായ വെല്ലുവിളികൾ ഇവിടെ നേരിടുന്നുണ്ട്. ഗാസ ഇസ്രയേൽ സംഘർഷത്തിന്റെ സങ്കീർണത, ആഴത്തിൽ വേരൂന്നിയ അതിന്റെ ചരിത്രപരവും അതുപോലെ തന്നെ മതപരവും രാഷ്ട്രീയവും ഒക്കെയായ വിഷയങ്ങൾ ഇവിടെ വലിയ കാര്യം തന്നെയാണ്. ശാശ്വതമായ സമാധാനം സുഗമമാക്കുന്നതിന് ഏതൊരു മൂന്നാം കക്ഷിയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഘടകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അതുപോലെ തന്നെ വെടിനിർത്തലുകൾ പലപ്പോഴും താൽക്കാലികമായിട്ടാണ് നടപ്പിലാക്കുന്നത്. സംഘർഷത്തിന്റെ മൂല കാരണങ്ങൾ, പ്രാദേശിക തർക്കങ്ങൾ, അതുപോലെ തന്നെ സുരക്ഷാ ആശങ്കകൾ, ജെറുസലേമിന്റെ പദവി എന്നിവ പരിഹരിച്ചിട്ടില്ല. അത് പരിഹരിക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. പലപ്പോഴും അതിനെക്കുറിച്ച് ചർച്ചകൾ പോലും വരുന്നില്ല. ഇതൊന്നും ആരും പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം ഇതിന് നൂറ്റാണ്ടുകളുടെ ഒരു പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും തൊട്ടു നോക്കാൻ ഒരു രാജ്യങ്ങളും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. കൂടാതെ ചർച്ചകളിൽ പങ്കാളി എന്ന നിലയിൽ ഹമാസിനെ ഖത്തർ ആശ്രയിക്കുന്നത് എല്ലാ ഫലസ്തീൻ വിഭാഗങ്ങളുടെയും താൽപ്പര്യങ്ങൾ ഫലപ്രദമായി അഭിസംബോധന ചെയ്യാനുള്ള അതിന്റെ കഴിവിനെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹമാസ് ഗാസയെ നിയന്ത്രിക്കുമ്പോൾ ഫത്തയുടെ നേതൃത്വത്തിലുള്ള ഫലസ്തീനിയൻ അതോറിറ്റി ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗങ്ങൾക്ക് വെസ്റ്റ് ബാങ്കിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. വിശാലമായ ഫലസ്തീനിയൻ രാഷ്ട്രീയ സ്പെക്ട്രത്തെ അഭിസംബോധന ചെയ്യാത്ത ഏതൊരു വെടിനിർത്തലോ സമാധാന ഉടമ്പടിയും ഫലസ്തീനികൾക്കിടയിലുള്ള ആഭ്യന്തര വിഭജനം വർദ്ധിപ്പിക്കുകയും സമാധാന പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തേക്കാം. ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഗാസ വിഷയത്തിൽ ഖത്തറിന് മുന്നിലുണ്ട്. കൂടാതെ വ്യവസ്ഥ, രാഷ്ട്രീയ മുൻഗണനകൾ കാരണം സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ പ്രാദേശിക ശക്തികളുമായുള്ള ഖത്തറിന്റെ ബന്ധം പലപ്പോഴും വഷളായിട്ടുമുണ്ട്. ഗാസയുടെ സ്ഥിരതയിൽ ഈജിപ്ത് നിർണായക പങ്ക് വഹിക്കുകയും നിരവധി വെടിനിർത്തലുകൾക്ക് ഇടനിലക്കാരനായി പ്രവർത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഖത്തറിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം സമാധാന പ്രക്രിയയിൽ ഈജിപ്തിന്റെ പങ്കിനെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ്. ഖത്തറിന്റെ ഈ വളർച്ച അല്ലെങ്കിൽ ഖത്തറിന് ലഭിക്കുന്ന പരിഗണന ഈ വിഷയത്തിലെ ഇടനിലക്കാരൻ എന്ന തരത്തിൽ ഈജിപ്തിനെ വിഷമിപ്പിച്ചേക്കാനുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഫലസ്തീൻ വിഷയത്തിലെ ഖത്തറിന്റെ നയം അത്ര കണ്ട് ശരിയാണെന്ന് സമ്മതിക്കാൻ സൗദിയും തയ്യാറായിട്ടില്ല. സൗദി അറേബ്യയും അതുപോലെ തന്നെ ഈജിപ്തും ഖത്തറിനെതിരെ തിരിയാനുള്ള ഒരു സാധ്യത കൂടി
കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഖത്തറിന് മുന്നിലുണ്ട്. പക്ഷേ ലോകരാജ്യങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു ധൈര്യവും അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസവുമാണ് ഖത്തർ ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഖത്തറിൻ്റെ ഈ ഒരു കാര്യത്തെ വളരെ പ്രശംസനീയമായിട്ട് തന്നെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.